മുഖ്യമന്ത്രിയെ വിമർശിച്ച് എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ. തന്റെ മകൻ ഒന്നിലും ഇടപെടാത്ത ആളെന്ന പരാമർശത്തിലാണ് വിമർശനം. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകൻ ഒന്നിലും ഇടപെടാതെ സമ്പന്നനായി ജീവിക്കുന്നുവെന്ന വാദം നൂറുകണക്കിന് ചെറുപ്പക്കാരെ തള്ളിപ്പറയലാണെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. വടകരയിൽ RJD നേതാവ് KK രാഘവന്റെ അനുസ്മരണ സമ്മേളന വേദിയിൽ വെച്ചായിരുന്നു വിമർശനം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മകൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക. ഒരു സോഷ്യലിസ്റ്റുകാരൻ മകൻ ആരായിരിക്കണം എന്നാണ് ആലോചിക്കുക. അയാൾ കമ്മ്യൂണിസ്റ്റ് ആകണമെന്നല്ലേ ആലോചിക്കുക. ഇതൊരു പ്രിവിലേജ്ഡ് ക്ലാസ്സാണ് എന്ന് മനസ്സിലാക്കി കമ്മ്യൂണിസത്തിൽ ചേർന്ന് അതിൽ അഭിമാനിച്ച് അതിൻ്റെ ബ്രദർഹുഡ് കയ്യിൽ വെച്ച് സഖാവേ എന്ന് മാത്രം വിളിച്ച് എന്ത് നഷ്ടം വന്നാലും ശരി ഞാനൊരു സഖാവാണല്ലോ എന്ന് അഭിമാനിക്കുന്ന ഒരാളുടെ മകൻ ഒരു സഖാവാകണം എന്നല്ലേ വിചാരിക്കേണ്ടത്. ഇതല്ല വഴി. പിന്നെ വഴി എന്താ? അതെ, സമ്പന്നനായി ആഡംബരത്തോടുകൂടി മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ എന്ത് സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന വിധത്തിൽ ഒരു കുഴപ്പത്തിനും കാരണക്കാരനല്ലാതായി ജീവിക്കുന്ന ഒരു വലിയ തലമുറ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് എന്ന അഭിമാനപൂർവം തൻ്റെ മകനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ ജീവിതം പണയം വെച്ച് എത്ര അടിയാ കൊള്ളുന്നത്, എത്ര തല്ലാ കൊള്ളുന്നത്, എത്ര അപമാനമാണ്, എത്ര ആരോപണങ്ങളാണ് ഒരു SFIക്കാരനോ ഒരു DYFIക്കാരനോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ അവഗണിക്കുകയല്ലേ ഈ വാക്കുകൾ. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ED സമൻസുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്തെല്ലാം വിമർശനങ്ങൾ കൽപ്പറ്റ നാരായണൻ ഉയർത്തുന്നുണ്ട്? ആ വിമർശനങ്ങളെ എങ്ങനെ നോക്കിക്കാണണം? ഇടതുപക്ഷത്തിന്റെ ഒരു വേദിയിലാണ് ഈ പരാമർശം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. LDFിലെ ഘടകകക്ഷിയായ RJDയുടെ വടകരയിലെ നേതാവ് KK രാഘവന്റെ അനുസ്മരണ ചടങ്ങിലാണ് ഇത്തരമൊരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഊന്നി പറയുന്ന ഒരു കാര്യം, ഒരു മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തന്റെ മകനിൽ അഭിമാനമുണ്ട്. കാരണം അദ്ദേഹം ഇതിലൊന്നും ഇടപെടാതെ ഒരു പ്രത്യേക ക്ലാസ്സായി ജീവിക്കുന്ന ആളാണ് എന്ന മട്ടിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ഒരു സഖാവ് മകൻ സഖാവായി കാണുന്നതിലാണ് സന്തോഷിക്കേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേക അധികാരങ്ങളുള്ള, പ്രത്യേക പ്രിവിലേജ് ഉള്ള ഒരു സമ്പന്നനായി കാണുന്നതിൽ എന്ത് അഭിമാനിക്കാനുള്ളത് എന്നുള്ള ചോദ്യമാണ് കൽപ്പറ്റ നാരായണൻ ഉന്നയിച്ചത്. സദസ്സിലിരുന്ന ചിലർ ഇതിനെ കൈയടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഇത്തരത്തിലൊരു വിമർശനം ഇടതുപക്ഷ വേദിയിൽ തന്നെ ഇദ്ദേഹം ഉയർത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും കൽപ്പറ്റ നാരായണൻ കഴിഞ്ഞ കുറച്ചു കാലമായി ഇടതുപക്ഷത്തിന്റെ വിമർശകനായി തുടരുന്ന ആളാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് പലതവണ സൈബറാക്രമണമൊക്കെ നേരിടേണ്ടി വരാറുമുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ EDയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുമ്പോൾ തന്നെ തന്റെ മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് അറിഞ്ഞുകൂടാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പലപ്പോഴും ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളുടെ ഇടയിൽ പോലും ഇതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതിനിടയിലാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള കൽപ്പറ്റ നാരായണൻ ഇത്തരമൊരു വിമർശനം ഉന്നയിക്കുന്നത്. ശരി ഷാജഹാൻ.